ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. വിശുദ്ധ വാരത്തിലെ അടുത്തൊരു ദിനത്തിലേക്ക് പ്രവേശിക്കാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ധ്യാന പാഠം മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഉപായത്താൽ ക്രിസ്തുവിനെ പിടിച്ചു കൊല്ലാൻ ആഗ്രഹിക്കുന്ന പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കാണാം. ക്രിസ്തുവിനെ ബാഹ്യമായി ആദരിക്കുന്ന ശീമോൻ എന്ന വ്യക്തിയെ ബഥാനിയിൽ കാണാനായിട്ട് കഴിയും. ആ ഭവനത്തിലേക്ക് പേര് പരാമർശിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരു സ്ത്രീ സ്വച്ഛജട മാംസതൈലവുമായി പ്രവേശിച്ച് ക്രിസ്തുവിനെ മനസ്സു തുറന്ന് ആദരിക്കുന്ന സ്ത്രീയെയും കാണുവാൻ സാധ്യമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ ക്രിസ്തു ആ സ്ത്രീയെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെടുന്നു: അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. തുടർന്ന് ഈ വെറും ചിലവ് എന്തിന് എന്ന് ചിന്തിക്കുന്ന മറ്റു മനുഷ്യരെയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ബാഹ്യമായും ആന്തരികമായും ശിഷ്യനാണ് എന്ന് സമൂഹവും സ്വയമായും അവകാശപ്പെടുന്ന ശിഷ്യൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് തക്കം അന്വേഷിക്കുന്നതായും മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. നാം ഇവയിൽ ഏത് കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം. ബാഹ്യമായും ആന്തരികമായും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരാകാൻ ക്രിസ്തു നമ്മെ ശക്തീകരിക്കാൻ ദൈവത്തോട് ഈ ദിനത്തിൽ പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ വാരത്തിൽ വളരെ പ്രാർത്ഥനാപൂർവം മുന്നോട്ട് ഗമിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.